ബോസ് സൊല്യൂഷൻ ഉണ്ട് ബോസ്, സൊല്യൂഷൻ ഉണ്ട്. ഇതിനെല്ലാം ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് അവര് ചെയ്യുന്ന ആദ്യത്തെ നല്ല കാര്യത്തിനായി കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. ഗൗതമിനെ പോലൊരു ദുഷ്ടം കാരണം ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ദൈവമേ. എന്നാലും ആ കല്യാണം നടക്കാതെ ആരതിയെ അതിൽ നിന്നും നീ തന്നെയല്ലേ രക്ഷപ്പെടുത്തിയത്? അന്ന് വന്ന അതിഥികളൊക്കെ അവർക്ക് തോന്നുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇപ്പൊ കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരിക്കുക. എന്റെ ഭർത്താവ് വാങ്ങിച്ച കടമെല്ലാം എത്രയും പെട്ടെന്ന് തീർത്ത് ആരതിയുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതം സന്തോഷമായിട്ടിരിക്കണേ എന്റെ ദൈവമേ. എന്റെ ദൈവമേ, ഞാൻ ഇത് തന്നെ നിന്നോട് എപ്പോഴും ചോദിക്കുന്നു. ആരതി, അന്ന് നീ ആ ഒരു കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാൻ തന്നെ നോക്കാം. ഇന്ന് ചിട്ടിയെടുക്കുന്ന ദിവസമല്ലേ? എന്റെ പേരെങ്ങാനും വന്നു കാണും. അവര് വിളിക്കായിരിക്കും. ഞാനിപ്പോ വരാവേ. ഹലോ, ഞാൻ ആരതി കേറ്ററിംഗ് സർവീസ് MD പ്രമിയാണ് സംസാരിക്കുന്നത്. ആരാ നിങ്ങള്? മണികണ്ഠനുണ്ടോ അവിടെ? ആരാ നിങ്ങള്? എന്റെ ഭർത്താവിനെ പറ്റി ചോദിക്കാൻ നിങ്ങൾ ആരാ? വാക്കിന് വില കൊടുക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ മര്യാദ കൊടുക്കാറുള്ളൂ. കള്ളത്തരം പറയുന്നവർക്കല്ല. വായ്ത്തോന്നൊന്നും വിളിച്ചു പറയണ്ട. എന്റെ ഭർത്താവ് കള്ളം പറയത്തുമില്ല, പറഞ്ഞ വാക്കൊട്ട് തെറ്റിക്കത്തുമില്ല. കഴിഞ്ഞ ദിവസം വാങ്ങിയതിന്റെ പകുതി, അതായത് 4 ലക്ഷം തരാമെന്നാണ് നിങ്ങളുടെ കെട്ടിയോൻ പറഞ്ഞിരുന്നത്. മൊത്തം 8 ലക്ഷം രൂപയാണ് വാങ്ങിയത്. ഇപ്പൊ ഒരു വിവരവുമില്ല. ഞങ്ങൾ ഇതിനെ വാക്ക് വ്യത്യാസം എന്നാണ് പറയുന്നത്. എത്രയും വേഗം പണം തിരികെ എത്തിക്കാൻ പറ. ഞങ്ങളെ അങ്ങോട്ട് വരുത്തിയാലുണ്ടല്ലോ പ്രശ്നം കൂടുതൽ വഷളാകും. പറഞ്ഞത് മനസ്സിലായോ? അമ്മ എന്ത് പറ്റി അമ്മേ? അമ്മേ, മോളെ പലിശക്കാരാ. ഒരു ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കുമെന്നാ? അഡ്മിൻ സൈൻ ചെയ്യണോ അത്ര? ചെയ്യ്. ഹലോ, ഇത് ഓഫീസാണ്, അല്ലാതെ വീടല്ല. അതുമാത്രമല്ല, നമ്മളിപ്പോ ക്യാബിനിലും അല്ല. കാണുന്നവർ നമ്മളെ തെറ്റിദ്ധരിക്കും. കുറച്ചു പോലും ബോധമില്ലേ? അർജന്റാണ്, വേഗം സൈൻ ചെയ്. വർത്താനമൊക്കെ പിന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാം. ഹലോ, ഞാൻ HR, നിന്നെക്കാളും സുപ്പീരിയറാ. അഡ്മിനും പിന്നെ HR-ഉം വേറെ വേറെ ഡിവിഷൻ ആണെങ്കിലും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാ. ഇൻഫ്ലുവൻസിൽ ജോലിക്ക് കയറിയ ആൾക്കാർക്ക് നോളജ് കുറവാണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണ്ട. നീയേ HR-ആ, അല്ലാതെ ഹെഡല്ല. ഞാൻ അഡ്മിൻ ഹെഡാ, അത് മറക്കണ്ട. അമൂല്യ മേഡം, ബോസ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് ചെല്ലാൻ. എന്നെയോ? എന്തിന്? പറഞ്ഞയക്കേണ്ട കാര്യമായിരുന്നെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞയക്കുമായിരുന്നല്ലോ. അതെന്താണെന്നും എനിക്കറിയില്ല. ചെല്ല്. ഹൗസ് കീപ്പിംഗ് സെക്ഷൻ ഒന്ന് ചാർട്ട് ചെയ്യാനുണ്ട്, അതിനുശേഷം വരാം. അയ്യോ, അത്രയ്ക്കൊന്നും സമയമില്ല, ഇപ്പൊ ചെല്ലാനാ പറഞ്ഞേ. ഇവന് ഇവളുടെ അടുത്ത് പറയാൻ ഇത്രയ്ക്കും അർജന്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും? ശരി, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ വരാം, നിങ്ങൾ പൊക്കോ. ശരി. ഓഫീസ് കാര്യം ലേറ്റ് ആവാൻ പാടില്ല, അതുകൊണ്ട് സൈൻ ചെയ്യാം. അടുത്ത പ്രാവശ്യം ഇതുപോലെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഓഫീസിലേക്ക് വരാൻ നിൽക്കേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ, അപ്പോഴേക്കും സൈൻ ചെയ്ത് വെക്കാം.
ബോസ് വിളിച്ച അപ്പൊ ക്യാബിനിലേക്ക് വരണം നിനക്ക് അറിഞ്ഞൂടെ? താനെന്തായി നോക്കി നിൽക്കുന്നേ? തനിക്ക് ജോലിയൊന്നുമില്ലേ? പോയി ചെയ്യേ. ഇറങ്ങി പോടോ. വൈഫൈ കിട്ടിയാ പിന്നെ ഇത്രയും നേരം ഹോട്ട്സ്പോട്ട് കൊടുത്തവന് ഒരു വിലയില്ലാണ്ടായി. എന്താ പോടോ. അല്ല, നമ്മുടെ ബോസിന് അമൂല്യ മേഡം എന്ന് പറഞ്ഞ ഡെബിറ്റും ക്രെഡിറ്റും പോലെ ഡെഡ് ഓപ്പോസിറ്റാ. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല എന്ന് വിചാരിച്ചപ്പോ സൈക്കിൾ ഗ്യാപ്പിൽ സസ്പെൻസ് എന്തോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. ആർക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. വേദനിക്കുന്നു. വാട്ട്? കൈ വേദനിക്കുന്നു. ഏയ് ഥു. നിക്ക്. നമ്മൾ രണ്ടുപേരും കുനിഞ്ഞ നമ്മുടെ തല കൂട്ടിയിടിക്കും. ഞാൻ കൊമ്പ് വരുമെന്ന് പറഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇടിക്കും. അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെട്ട് എന്നെ നോക്കും. അപ്പൊ ഞാനും അതുപോലെ തന്നെ നോക്കും. അപ്പൊ ഈ സീരിയലിലൊക്കെ കേൾക്കുന്നത് പോലെ ആവശ്യമില്ലാണ്ട് റൊമാൻറ്റിക് മ്യൂസിക് പ്ലേ ചെയ്യണ്ട. ഞാൻ തന്നെ എടുത്തു വെച്ചോളാം. ആദ്യമായിട്ടാ നിന്റെ വായിന്നൊരു നല്ല കാര്യം കേൾക്കുന്നേ. നിങ്ങൾ എന്നെ കളിയാക്കാനാണ് വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് ആദ്യം പറഞ്ഞു. ഈ വേദാന്ത് മേനോൻ അനാവശ്യമായ ഒരു കാര്യത്തിനും സമയം വേസ്റ്റ് ഇല്ല. നിനക്ക് അറിയുന്ന കാര്യമല്ലേ? ഐ ആം ദ ഗ്രേറ്റ് വേദാന്ത് അഹങ്കാരി. സോറി മേനോൻ. എനിക്കറിയാം കാര്യം എന്താന്ന് പറ. ഏതോ ഒരു പെണ്ണ് എനിക്ക് അനാവശ്യമായിട്ട് ഫോൺ ചെയ്ത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അവളെ കണ്ടുപിടിക്കണം. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഒന്നും സംഭവിക്കില്ല. എന്ത് വേണമെങ്കിലും നടക്കാം മോളെ. 4 ലക്ഷം എന്ന് പറഞ്ഞാ വെറുതെയാണോ? അതും പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അമ്മേ, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കോള് വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞോട്ടെ. വിഷയം എന്തായാലും അവര് തമ്മിൽ സംസാരിക്കട്ടെ. അതായിരിക്കില്ലേ നല്ലത്? വേണ്ട അരുതി, അവർക്ക് തന്നെ 100,000 പ്രശ്നങ്ങളുണ്ട്. ഏത് കണക്കിലാണ് കടം വാങ്ങിച്ചിരിക്കുന്നതെന്നും തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് മറന്നുപോയി കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. അവര് വീട്ടിൽ വന്ന ശേഷം മോളൊന്നും പറഞ്ഞേക്കല്ലേ. ശരി അമ്മേ. ഇതിങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു. അമ്മേ 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 അമ്മ എന്തൊക്കെയാ ചെയ്യുന്നേ? അമ്മേ, അമ്മ പോയിട്ടൊരു സ്ഥലത്തിരിക്കെ. വെറുതെ ഇങ്ങനെ ടെൻഷൻ എടുത്താ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കേ ഉള്ളൂ. അമ്മ ഒന്ന് ചെന്നിരിക്കെ. ഇതൊക്കെ അമ്മ ഇപ്പൊ എന്തിനാ ചെന്ന് എടുക്കുന്നേ? അയ്യോ, ഞാൻ കുറച്ച് കാശ് കൂട്ടി വെച്ചിരുന്നതാ. ഇപ്പൊ നോക്കുമ്പോ 2000-3000 അത്രേ ഉള്ളൂ. ആരതി, ഇതേ ഉള്ളു മോളെ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്റെ കല്യാണത്തിന് കുറച്ച് സ്വർണം വാങ്ങി വെച്ചിട്ടില്ലേ? അതെല്ലാം നമുക്ക് തിരിച്ചു കൊടുത്തൂടെ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്യില്ലേ മോളെ. അത് നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചാ മോളെ. നിന്റെ അച്ഛൻ
അത്രയെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതി കൂട്ടി വെച്ച് വാങ്ങിച്ചു നമ്മളെ. എന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വെറും കഷ്ടപ്പാട് മാത്രമല്ലേ കിട്ടിയുള്ളൂ. നിങ്ങൾ ആ സ്വർണ്ണം അങ്ങ് തിരിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പ്രശ്നം അങ്ങ് തീരില്ലേ? അതേ ഉള്ളൂ അമ്മ ഇപ്പൊ നമ്മുടെ കയ്യിലൊരു വഴി. നിങ്ങൾ എനിക്ക് തരുന്ന ഈ സ്നേഹം മാത്രം മതി അമ്മ എനിക്ക് ജീവിക്കാൻ. ആ സന്തോഷം എനിക്ക് വേറെ ഒരു സ്വർണത്തിനും തരാനാവില്ല. എന്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ തരുന്ന സ്നേഹമാണ്. നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. എന്താ ഈ പറയുന്നേ ബോസ്? എനിക്കറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ നീ ഒരിക്കലും അത് വിശ്വസിക്കില്ലെന്ന്. നീ ആലോചിക്കുന്ന എനിക്ക് മനസ്സിലായി. എന്നെയൊക്കെ ഏത് പെൺകുട്ടി ലൈൻ അടിക്കുന്നതായിരിക്കും അല്ലേ? പെൺകുട്ടികളുടെ ടേസ്റ്റ് അത്രയ്ക്ക് മോശമൊന്നും അല്ലെന്ന് എനിക്കറിയാം. കോളേജ് ടൈമില് ഒരുപാട് പേരെ പ്രപ്പോസ് ചെയ്യാമെന്ന് ഞാൻ അവരോട് വഴക്ക് കൂടിയിട്ടുണ്ട്. മണ്ടികള്, അവർക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിയ ശേഷം ഇങ്ങനെ നടക്കുന്ന ഇത് ആദ്യമായിട്ടാ. നീ എന്തായി ആലോചിച്ച് നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. അതും പോരാഞ്ഞ് ആ പെണ്ണ് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നു. ചെറിയൊരു തെറ്റുണ്ട്. ഇന്നലെ വന്നത് സിദ്ധാർത്ഥേട്ടനാ. എനിക്ക് ബലൂണേ ഇഷ്ടമല്ല. അതോ ആ ഹാർട്ട് ഷേപ്പുള്ള റെഡ് ബലൂണ്. ഹൗ റിഡിക്കുലസ്. അത് കാണുന്നതേ ഇറിറ്റേഷനാ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയല്ലോ അവളെ കണ്ടെത്തേ പറ്റൂ. അത് എന്നെ കൊണ്ട് പറ്റുന്ന നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ബോസ്? അത്രയ്ക്ക് ഞാനും നിങ്ങളും. യെസ്, ഞാനും നീയും ആജന്മ ശത്രുക്കളാന്ന് എനിക്ക് നന്നായിട്ട് അറിയടി. ഏരിയം പാമ്പ് പോലെയല്ലേ നമ്മള്. സോറി, നീ എനിക്ക് കഴുതയല്ല. നിന്റെ കൂടെ കൂടി ഞാനും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി. നമ്മള് തമ്മില് വഴക്കുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് സംസാരിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി തോന്നിയത് ആദ്യം കഴിഞ്ഞ പിന്നെ നിന്നെ തന്നെയാ. സ്നേഹത്തെക്കാൾ വലുതായിട്ട് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് മോളെ. നീ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്നൊന്നും തന്നില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ ഞങ്ങൾക്ക് തലപൊക്കി നടക്കാൻ പറ്റുമോ മോളെ? ഓ, അച്ഛൻ വന്നോന്ന് തോന്നും മോളെ. അവർക്ക് ഒരു സംശയം തോന്നാത്ത രീതി വേണം നമ്മുടെ പെരുമാറ്റം. കേട്ടല്ലോ? നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ട അച്ഛൻ എന്തു പറ്റിയെന്ന് എന്തായാലും ചോദിക്കും. മോളിവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹായ് അമ്മായി. എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇത് ഞാൻ ആദ്യോട് പറഞ്ഞു കഴിഞ്ഞാ അവൾ എന്നെ കളിയാക്കും. അവളൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല. ആക്ച്വലി എനിക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം പെർമിഷൻ തന്നാ ഞാൻ ചിലപ്പോ ചിരിച്ച് ചത്തുപോകും. Will you just shut up? നിനക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയുന്നതല്ലേ? അതോടെ ഞാൻ വന്ന് നിന്നോട് ഹെൽപ്പ് ചോദിക്കാന്ന് വിചാരിച്ചേ. നിന്റെ ഈ കുട്ടിക്കളിയും പൊട്ടത്തരങ്ങളൊക്കെ വിട്ട് എനിക്ക് എന്തേലും ഒരു സജഷൻ പറഞ്ഞതാ. എനിക്ക് ഇനി പ്രശ്നങ്ങൾ കൊണ്ടുനടക്കാൻ വയ്യ. ശരി ശരി, പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. എനിക്ക് കുറച്ച് സമയം വേണം. ഓക്കെ, ഗ്രാന്റഡ്. ഈ സാരികയ്ക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാ. അവരുടെ രണ്ടുപേരെ നടുക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എസ്പെഷ്യലി സുഹാസിനി ആന്റി. എന്റെ മകൻ അങ്ങനെയല്ലാന്ന് ഫുൾ കോൺഫിഡന്റ് ആയിട്ടങ്ങ് പറഞ്ഞു. ഇപ്പൊ ഈ അമൂല്യ വേദാന്തിനെ അവളുടെ വശത്താക്കുന്നുണ്ട് എന്നുള്ളതാ സത്യം. ഛേ, ഇവരൊക്കെ കാരണം
ഞാനിപ്പോ ഏതോ ഒരു സീരിയൽ ക്യാരക്ടറിനെ പോലെ തന്നെ തന്നെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക. നോ നോ നോ, ഐ കാൻ ലൈക്ക് ദിസ് ഹാപ്പൻ. ഇന്നത്തോടെ ഈ അമൂല്യയുടെ ശല്യം തീർത്തില്ലെങ്കിൽ എന്റെ പേര് സാരിക എന്നല്ല. ദൈവമേ, ഞാൻ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ ഇത്രയും നല്ല രീതിയിലാക്കി തന്നതിന് താങ്ക് യു. അങ്ങയോടുള്ള ഭക്തി കൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു. എന്താ പറഞ്ഞിരുന്നേ ആ വേദാന്ത് മേനോൻ? നിന്റെ അടുത്ത് ഒരു സ്ത്രീകൾക്കും അടുക്കാനേ പറ്റില്ലെന്ന്. നിന്റെ മനസ്സിലും ജീവിതത്തിലും ഒരു സ്ത്രീകൾക്കും അവകാശമില്ലെന്ന് അല്ലേ? എന്നാ ഇപ്പോഴോ ടെലിഫോൺ ഗേൾഫ്രണ്ട് ആയിട്ട് ഈ അമൂല്യ സ്ഥാനം പിടിച്ചത് കണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ നിനക്ക് ദേഷ്യം അല്ലേ? നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ, നോക്കിക്കോ. ഈ ഓപ്പറേഷന്റെ അവസാനാകുമ്പോഴേക്കും ടെലിഫോൺ ഗേൾഫ്രണ്ടിന്റെ മെസ്സേജ് വരാത്തത് എന്താന്ന് നീ ടെൻഷൻ അടിക്കുന്നതൊക്കെ എനിക്കൊന്ന് കാണണം. അപ്പൊ പിന്നെ കല്യാണം കഴിക്കാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ബോസ്, എന്തു പറ്റി? ഐഡിയ എന്തെങ്കിലും കിട്ടിയോ? അമൂല്യമ്മയുടെ എന്ത് പറയുന്നു? എന്റെ വിധി, അവൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് ബോസ്. എന്റെ ഭാഗ്യം, ചേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും എന്റെ കയ്യിലായി. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നത് ആ അഹങ്കാരി തന്നെയല്ലേ? ഓഫീസിനടുത്തുള്ള ഗാന്ധി പാർക്കിലേക്ക് പെട്ടെന്ന് വരണം. നീ വരുമ്പോ റെഡ് കളർ ഷോൾ ഇട്ടിട്ട് വേണം വരാൻ. എന്നാലേ നിന്നെ എനിക്ക് മനസ്സിലാവും. എന്താ മോനെ വിക്കി, നീ ഇത്രയും പൂക്കളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നേ? ആർക്കു വേണ്ടിയാ? അത് പിന്നെ എന്താ പറയാൻ നിനക്കിത്ര മടി? നീ പറ. ആക്ച്വലി ഈ പൂക്കള് അമ്മായിക്ക് വേണ്ടി കൊണ്ടുവന്ന. എടുത്തോളൂ. ഇത് വല്ലാത്ത കഥയായി പോയല്ലോ. നിനക്ക് പ്രണയിക്കാൻ മാത്രമേ ധൈര്യമുള്ളോ? എന്റെ മുന്നിൽ വെച്ച് എന്റെ മകളുടെ കയ്യിൽ ബൊക്ക കൊടുക്കാൻ നിനക്ക് ഭയം അല്ലേ? എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലികൾ ബാക്കിയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കേ. എല്ലാ അമ്മായിമാരും ഇതുപോലെ നല്ലവരായിരുന്നെങ്കിൽ ഞങ്ങള് മരുമക്കളുടെ കാര്യം അടിപൊളിയായനെ. ഭർത്താവാൻ പോകുന്നയാളെ ഇത്രയ്ക്കും പേടിത്തൊണ്ടരായ ഭാര്യമാര് ഭരണം ഏറ്റെടുക്കേണ്ടി വരും. ഇത് എന്താ ദൈവമേ ഇത്? മീറ്റ് ചെയ്യാൻ വരൂ, എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്നാണല്ലോ മെസ്സേജ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഹങ്കാരിയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് അങ്ങ് മാറിയോ? ഒന്ന് പോയി ചോദിച്ചാലോ? ഏയ് വേണ്ട വേണ്ട,
ഞാനിപ്പോ എങ്ങാനും പോയി ചോദിച്ചാ മെസ്സേജ് അയച്ചത് ഞാനാണോന്ന് ചിലപ്പോ ഡൗട്ട് തോന്നും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ബോസ്, ഞാൻ ഇനി വേറൊരു ഡോസും കൂടെ കൊടുക്കാം. നീ വന്നു കഴിഞ്ഞാ ഞാൻ നിന്നെ പോലെ ഓടിപ്പോകില്ല. നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കും. വരുവല്ലോ അല്ലേ? എടോ, ഓഹോഹോ, ഇതുവരെ എത്തിയോ? ഇനിയിപ്പോ ഞാൻ 2 ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നേ. ഓക്കെ, ഞാൻ വരാലോ. ഓക്കേ, വരാം. നിന്നെ കാണാനുള്ള സമയമായി. അല്ല, ഞാൻ എങ്ങനെ ഇവന്റെ വലയിൽ പോയി പെട്ടത്? അഹങ്കാരി. ഇവളൊരു ഭിക്ഷക്കാരി. നീ വേദാന്തിനെ വലയിൽ വീഴ്ത്താൻ നോക്കുന്നോ? ഥു, അതെങ്ങനെ സംഭവിക്കുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ലല്ലേ. കഴിക്കണ്ടേ? ഇന്ന് ഉപവാസ ചേട്ടാ. നിങ്ങളുടെ അളിയൻ ഫോൺ ചെയ്ത് എന്റെ തല തിന്നുവാ. ഇന്ന് ഒരുപാട് ജോലി ബാക്കിയുണ്ട്. ചേട്ടൻ പോയിട്ട് വാ. എന്നെ പെൺവേഷം കെട്ടിച്ചിട്ട് പാതിരാത്രി പറഞ്ഞയക്കാൻ നിനക്ക് സമയമുണ്ടല്ലേ? ഭക്ഷണം കഴിക്കാൻ സമയമില്ല. ഇങ്ങനെ പബ്ലിക്കിൽ വെച്ച് ഈ കാര്യമൊക്കെ പറഞ്ഞ സീക്രട്ട് ചിലപ്പോ ഓപ്പൺ സീക്രട്ട് ആവും. അതപ്പ തന്നെ ബോസിന്റെ ചേംബറിലേക്ക് അങ്ങ് എത്തും. അപ്പ തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനവും. അതോർത്തോ? ഇന്നലെ ഞാനൊന്ന് മരിച്ചു ജീവിച്ചുള്ളൂ. നീ ഓരോന്ന് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോ തന്നെ വലിയൊരു പ്ലാനിങ് ആണെന്ന് മനസ്സിലായി. അതാദ്യം എന്താണെന്ന് നീ പറയും. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. റൗഡി ബേബി തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യണോ? ബോസ്, ഞാൻ ഞങ്ങള് അതെ, നീ തന്നെ. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ വാ. എന്ത്? ഞാനോ? ഞാനിപ്പോ മലയാളത്തിലല്ലേ പറഞ്ഞു, പിന്നെന്തിനാ ഈ അഭിനയിക്കുന്നേ? അങ്ങനെയല്ല ബോസ്, നിങ്ങൾ എന്നെ പുറത്തേക്ക് വിളിച്ച രീതി കേട്ടപ്പോ ഞാൻ ഓർത്തു ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ വിളിച്ച പോലെയല്ല. എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അതിനെ ഞാൻ വിളിച്ചേ. നിന്റെ കഥയൊക്കെ എനിക്ക് സമയമില്ല. അല്ല, ബിസിനസ് മീറ്റിംഗില് അഡ്മിൻ എന്ത് ജോലിയാ ഉള്ളത്? ജോലിയൊന്നും ഇല്ലാതെ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടോണ്ട ആവശ്യം എനിക്കില്ല. ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്ന് വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. ജസ്റ്റ് ഫോളോ മീ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് എന്തായാലും ഉപവാസാന്ന്. എന്റെ ലഞ്ച് ബോക്സ് നീ എടുത്തോ, കഴിച്ചു. ചില സമയത്ത് ആദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നടക്കുമെന്നുള്ള കാര്യം കഴിഞ്ഞ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും. അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞൂല്ല. ഈ ബൊക്കെ എന്തിനാ കൊണ്ടുവന്നേ? അത് എന്നോട് പറഞ്ഞില്ലല്ലോ വിക്കി. നീ തന്നെ പറയാൻ നോക്കട്ടെ. ഈ ദൈവം എന്റെ ലൈഫിലോട്ട് കടന്നു വന്നിട്ട് ഇന്ന് 6 മാസം തികയാ. അയ്യോ, ആണല്ലേ? പിന്നല്ലാതെ. ഇന്ന് നിന്നെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചായിരുന്നു ഞാൻ. പക്ഷെ നമ്മുടെ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഈ നാട്ടുകാരെ പേടിക്കാതെ പുറത്തു വിട്ടു വരായിരുന്നു.